ഹലോ എവരി വൺ, വെൽക്കം ടു മെഡിസി. ഇന്നത്തെ ഡെൽറ്റ മോഡുലേഷനകത്ത് രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അതൊന്ന് സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ, സെക്കൻഡ് ഗ്രാനുലാർ നോയിസ്. കുറെ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മുടെ സിലബസിലും ഇത് സ്പെഷ്യലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് രണ്ടും ക്വാണ്ടൈസേഷൻ നോയിസ് ഇൻ ഡെൽറ്റ മോഡുലേഷൻ ആണ്. ബോത്ത് കംസ് അണ്ടർ ക്വാണ്ടൈസേഷൻ നോയിസ് ഇൻ ഡെൽറ്റ മോഡുലേഷൻ. നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. നമ്മളുടെ എക്സ് ഓഫ് ടി, ഇനി നമ്മൾ എക്സ് ക്യാപ്പ് ഓഫ് ടി ഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ്, ഇവിടെ താഴെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ദിസ് ഈസ് അവർ എക്സ് ടി. അപ്പം എക്സ് ടി ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. എഗെയിൻ ഈ പോയിന്റും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ടി ഗ്രേറ്റർ ആയതുകൊണ്ട് സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. എഗെയിൻ ദിസ് പോയിന്റ് ഈ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ടി ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. ഈ പോയിന്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും എക്സ് ടി ഗ്രേറ്റർ ആണ്, നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഈ പോയിന്റും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അഗെയിൻ എക്സ് ടി ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. ഇവിടെയും എക്സ് ടി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് എന്ത് വന്നു? സെക്കൻഡ് കണ്ടീഷൻ വന്നു അല്ലേ? സെക്കൻഡ് കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് സൈസ് നമ്മൾ ഡിക്രീസ് ചെയ്യണം. എഗെയിൻ ലെസ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ടി ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം, ഇങ്ങനെ പോകും. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ രണ്ട് കണ്ടീഷൻസ് ഇല്ലായിരുന്നു. നമ്മൾ രണ്ട് കണ്ടീഷൻസ് എന്തായിരുന്നു? നമ്മൾ ഡെൽറ്റ മോഡുലേഷനിൽ കമ്പയർ ചെയ്യുന്നത് എക്സ് ടിയും എക്സ് ക്യാപ്പ് ഓഫ് ടി ആണ്. എക്സ് ടി ഗ്രേറ്റർ ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി ആണെങ്കിൽ ഇൻക്രീസ് സ്റ്റെപ്പ് സൈസ് ബൈ ഡെൽറ്റ. ഇനി എക്സ് ടി ലെസ് ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി ആണെങ്കിൽ ഡിക്രീസ് സ്റ്റെപ്പ് സൈസ് ബൈ സെയിം ഡെൽറ്റ. നമ്മളിവിടെ എന്താ ചെയ്ത് ഈ യെല്ലോ കളർ കാണിച്ചിരിക്കുന്നത് നമ്മൾ ആക്ച്വൽ സിഗ്നൽ എക്സ് ഓഫ് ടി ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് ഈ പോയിന്റ് നോക്കുമ്പോഴത്തേക്ക് എക്സ് ടി ഗ്രേറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്തു. ഇനി ഈ പോയിന്റും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അഗെയിൻ എക്സ് ടി ഗ്രേറ്റർ ആണ്, നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോഴും എക്സ് ടി ഗ്രേറ്റർ ആയതുകൊണ്ട് സ്റ്റെപ്പ് സൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്തു. ഈ പോയിന്റും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ടി ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അടുത്ത ഇതും ഈ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ടി ഗ്രേറ്റർ ആയതുകൊണ്ട് സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്ത്, ഇതും ഈ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ടി ഗ്രേറ്റർ ആയതുകൊണ്ട് സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്ത്, ഇനി അടുത്ത പോയിന്റ് വരുമ്പോഴത്തേക്ക് എന്താണ്? എക്സ് ടി ലെസ് ആണ്. അപ്പോൾ നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് ഓക്കെ, വീണ്ടും എക്സ് ടി ലെസ് ആണ് ഈ പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഈ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ടി എന്താണ്? ലെസ് ആണ്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷൻ ആണ്, അപ്പോൾ സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യും. ഈ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ടി ഗ്രേറ്റർ തന്നെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എഗെയിൻ ലെസ് ആയതുകൊണ്ട് ഡിക്രീസ് ചെയ്യും, ഇങ്ങനെ പോകും. ഓക്കെ, അപ്പം ഈ വരച്ചിരിക്കുന്നതാണ് നമ്മളുടെ എക്സ് ക്യാപ്പ് ഓഫ് ടി എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ എക്സ് ടി. ഇതാണ് ഡെൽറ്റ മോഡുലേഷന്റെ വേവ് ഫോം വരുന്നത്. ഇനി ഇതിനകത്ത് സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷനും ഗ്രാനുലാർ നോയ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ് എക്സ് ക്യാപ്പ് ഓഫ് ടിയും എക്സ് ടിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എറർ ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇത് എറർ ആണ്. ഓക്കെ, ഈ പോർഷൻസ് എല്ലാം അതിൻ്റെ ഡിഫറൻസ് ആണ്. ഇതെല്ലാം ഇതിൻ്റെ കേസിൽ എറർ ആണ്. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോഴോ ഇതും ഡിഫറൻസ് എറർ ആണ്. ഈ പോർഷന് എറർ ആണ്, ഈ പോർഷൻ എറർ ആണ്, ഈ പോർഷൻ എറർ ആണ്, ഈ പോർഷൻ എറർ ആണ്, ഈ പോർഷൻ എറർ ആണ്. അപ്പം ഇങ്ങനെ രണ്ട് ടൈപ്പ് എറേഴ്സ് ഉണ്ട്. അതിൽ ഈ നമ്മൾ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എററിനെയാണ് ഈ ഫസ്റ്റ് ഡിസ്റ്റോർഷൻ, അതായത് സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ. അതുപോലെ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ ഗ്രാനുലാർ നോയ്സ് എന്ന് പറയുന്നത്. ഗ്രാനുലാർ നോയ്സ്. അപ്പം ഫസ്റ്റ് സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ.
അപ്പൊ ഇത് കണ്ടോ, ഈ സിഗ്നൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ നോർമലി സിഗ്നലിന്റെ സ്ലോപ്പ്, നമ്മൾ ലൈനിന്റെ ഒക്കെ സ്ലോപ്പ്, പോസിറ്റീവ് സ്ലോപ്പ്, നെഗറ്റീവ് സ്ലോപ്പ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്റെ പോസിറ്റീവ് ഇപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം സ്ലോപ്പ് ഓവർലോഡ് എറർ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി ഡ്യൂ ടു ലോ സ്റ്റെപ്പ് സൈസ് കൊണ്ടിട്ടാണ്, നമ്മൾ സ്റ്റെപ്പ് സൈസ് ലോ ആയിട്ട് എടുക്കുന്നത് കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ലോപ്പ് ഓവർലോഡ് എറർ മെയിൻലി ഒക്കർ ചെയ്യുന്നത്. ഓക്കെ. സ്ലോപ്പ് ഓവർലോഡ് എറർ ഒക്കർ ഡ്യൂ ടു ലോ സ്റ്റെപ്പ് സൈസ്. ലോ സ്റ്റെപ്പ് സൈസ് നമ്മൾ ക്വാണ്ടൈസേഷൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് സൈസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ നമ്മളുടെ ഈ സിഗ്നൽ ഉണ്ടല്ലോ, ഈ സിഗ്നലും നമ്മൾ അപ്രോക്സിമേറ്റ് സിഗ്നലും കൂടെ ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻഡ് അപ്രോക്സിമേറ്റ് സിഗ്നൽ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ഒറിജിനൽ സിഗ്നലിന് അപ്രോക്സിമേറ്റ് സിഗ്നലിന് ക്യാച്ച് ചെയ്യാൻ കുറെ ടൈം എടുക്കും, അല്ലെങ്കിൽ അതുമായിട്ട് മീറ്റ് ചെയ്യാൻ കുറെ ടൈം എടുക്കും. അപ്പം അങ്ങനെ വരുന്ന ഡിഫറൻസ് വരുന്ന നോയിസിനെയാണ് നമ്മൾ സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്, സ്ലോപ്പ് ഓവർലോഡ് എറർ എന്ന് പറയുന്നത്. അപ്പം ടു ഓവർകം സ്ലോപ്പ് ഓവർലോഡ് എറർ എന്ത് ചെയ്യണം, നമുക്ക് കുറെ ടൈം എടുക്കുന്നില്ല ഇതുമായിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഇവിടെ ഇത്രയും സ്റ്റെപ്പ് സൈസ് കൂട്ടുക, സ്റ്റെപ്പ് സൈസ് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഡിഫറൻസ് ബിറ്റ്വീന് ആക്ച്വലും അപ്രോക്സിമേറ്റും കുറയും. അതുപോലെ ഈ ഒറിജിനൽ സിഗ്നലുമായിട്ട് അത് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും. അപ്പം ഈ സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് സൈസ് കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ സ്ലോപ്പ് ഓവർലോഡ് എറർ കുറയ്ക്കാനുള്ള ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്രാനുലാർ നോയിസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ when the input signal xt is relatively constant in amplitude and x cap t is bouncing up and down. അപ്പൊ ഈ ഒരു പോർഷനിൽ ഉള്ള പ്രത്യേകത എന്താ, ഇത് ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. ഇവിടെ വേരിയേഷൻസ് കുറവാണ്. ഗ്രാനുലാർ നോയിസ് വരുന്ന ഏരിയയിൽ നോയിസസ് കുറവാണ്. അപ്പം ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ ഈ ഗ്രാനുലാർ നോയിസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇതിനകത്ത് റെഡ് കളർ കാണിച്ചിരിക്കുന്ന അതാണ് നമ്മളുടെ സ്ലോപ്പ് ഓവർലോഡ് എറർ. അത് ഈ സ്ലോപ്പിന്റെ വേരിയേഷൻ വെച്ചിട്ടാണ് വരുന്നത്. ഗ്രാനുലാർ നോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ടിയും എക്സ് ക്യാപ് ടിയും എന്ത് ചെയ്യും, ബൗൺസ് ചെയ്യും. ഓക്കെ. അപ്പ് ആൻഡ് ഡൗൺ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ വരുന്ന ഡിഫറൻസിന്റെ എററിനെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ആസ് ഗ്രാനുലാർ നോയിസ് എന്ന് പറയുന്നത്. അപ്പം ഗ്രാനുലാർ നോയിസ് അപ്പൊ നമുക്ക് ക്വാണ്ടൈസേഷൻ രണ്ടും കുറയ്ക്കണം. ക്വാണ്ടൈസേഷൻ സ്ലോപ്പ് ഓവർലോഡ് എററും കുറയ്ക്കണം, ഗ്രാനുലാർ നോയിസും കുറയ്ക്കണം. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്, വിത്തൗട്ട് അഫക്റ്റിംഗ് ബാൻഡ് വിഡ്ത്ത്. അപ്പൊ സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ ഗ്രാനുലാർ നോയിസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്, സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. സപ്പോസ് നമുക്കിപ്പോൾ ഒരു സിഗ്നൽ എടുക്കുകയാണ്, ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സിഗ്നലാണ്. അപ്പം ഗ്രാനുലാർ നോയിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ ഗ്രാനുലാർ നോയിസ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇത് കുറയ്ക്കാൻ വേണ്ടി സ്റ്റെപ്പ് സൈസ് കൂട്ടുമ്പം എന്ത് സംഭവിക്കും, ഇവിടെ സ്റ്റെപ്പ് സൈസ് കൂടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഗ്രാനുലാർ നോയിസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സ്റ്റെപ്പ് സൈസ് കൂടുന്നതനുസരിച്ച് ഗ്രാനുലാർ നോയിസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അതാണ് അതിന്റെ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. അപ്പം സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാനുലാർ നോയിസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ. കാരണം ഇതാണ് ഇപ്പൊ ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന പോർഷനിലാണ് എക്സ് ടിയും എക്സ് ക്യാപ് ഓഫ് ടിയും ബൗൺസ് ചെയ്ത് പോകുന്നത്. അപ്പൊ സ്റ്റെപ്പ് സൈസ് നമ്മൾ കൂട്ടുമ്പോഴത്തേക്ക് ഈ സ്റ്റഡി ആയിട്ടുള്ളിടത്ത് എന്ത് ചെയ്യും, ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പം സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പ് സൈസ് കൂട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗ്രാനുലാർ നോയിസ് കൂടും. അപ്പോൾ ഓക്കെ. അപ്പോൾ അതാണ് അതിന്റെ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. അപ്പം ടു ഡിക്രീസ് ദ സ്റ്റെപ്പ് സൈസ്, ഇപ്പോൾ ഗ്രാനുലാർ നോയിസ് കുറയ്ക്കാൻ വേണ്ടി സ്റ്റെപ്പ് സൈസ് കുറയ്ക്കുമ്പം ഓട്ടോമാറ്റിക്കലി സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ കൂടും. ഈ രണ്ട് ലിമിറ്റേഷൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് എറേഴ്സ് ആണ് ഡെൽറ്റ മോഡുലേഷനിൽ വരുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ. അതായത് നമ്മൾ ഈ ഡെൽറ്റയുടെ വാല്യൂ ഉണ്ടല്ലോ, അത് കോൺസ്റ്റന്റ് ആക്കത്തില്ല. സിഗ്നലിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും, അതായത് അഡാപ്റ്റ് ചെയ്യും. ഓക്കെ. അതിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത്. That is to overcome the quantization error due to slope overload error and granular noise. The step size
ഈസ് മെയ്ഡ് അഡാപ്റ്റീവ് അക്കോർഡിംഗ് ടു ദ വേരിയേഷൻ ഓഫ് സിഗ്നൽ. നമ്മൾ സിഗ്നൽ എക്സ് ടി ഓരോ പോർഷനിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ വേരി ചെയ്യുന്നത്. അപ്പം സിഗ്നലിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇപ്പം കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ സ്ലോപ്പ് കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഡെൽറ്റയുടെ വാല്യൂ അത് കുറയ്ക്കാൻ വേണ്ടി സ്റ്റെപ്പ് സൈസ് കൂട്ടും. അതുപോലെ കോൺസ്റ്റന്റ് വരുന്നിടത്ത് എന്ത് ചെയ്യും, സ്റ്റെപ്പ് സൈസ് കുറയ്ക്കും. അങ്ങനെ അഡാപ്റ്റീവ് ആയിട്ട് അതിന്റെ സ്റ്റെപ്പ് സൈസിന്റെ വാല്യൂ ഇൻക്രീസും ഡിക്രീസും ചെയ്യും. ആ ടൈപ്പ് ഓഫ് മോഡുലേഷനാണ് നമ്മൾ അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രാനുലാർ നോയിസും അതുപോലെ സ്ലോപ്പ് ഓവർലോഡ് എററും ഓവർകം ചെയ്യുന്ന മെത്തേഡ് അഡാപ്റ്റീവ് മോഡുലേഷൻ വെച്ചിട്ടാണ്. ദ സ്റ്റെപ്പ് സൈസ് ഈസ് ഇൻക്രീസ്ഡ് in adaptive modulation. The steep segment of the signal xt, the step size is increased and the step size is decreased when the input is slowly varying. So slowly varying ആയിട്ടുള്ള പോർഷനിൽ നമ്മൾ സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യും. അതുപോലെ സ്റ്റീപ്പായിട്ട് ചേഞ്ച് ചെയ്യുന്നിടത്ത് നമ്മൾ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അഡാപ്റ്റീവ് ആയിട്ട് ഡെൽറ്റ വാല്യൂ ചൂസ് ചെയ്യുന്ന മെത്തേഡിനാണ് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഒന്ന് ക്വാണ്ടൈസേഷൻ എന്താന്ന് പറഞ്ഞു, അപ്പോൾ അതിന്റെ യൂസ് പറഞ്ഞു. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡിനാണെങ്കിൽ ഡിഫറെന്റ് ലെവൽസ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പം ബിറ്റ്വീൻ 0 and 1 വരുന്ന വാല്യൂന് സിംഗിൾ ആയിട്ട് 0.5, 2-നും 3-ക്കും ആയിട്ട് സിംഗിൾ ആയിട്ട് 1.5, അങ്ങനെ ഡിഫറെന്റ് ലെവൽസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സ്റ്റെപ്പ് സൈസ് എന്താണെന്ന് പറഞ്ഞു. ക്വാണ്ടൈസേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ക്യൂ ഓഫ് ടി അല്ലെങ്കിൽ എക്സ് ക്യാപ്പ് ഓഫ് ടി ആൻഡ് എക്സ് ടി ആണ് വരും പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് സൈസിന്റെ ഇക്വേഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ ഒരു സിഗ്നലിന്റെ ക്വാണ്ടൈസേഷന്റെ റെപ്രസെന്റേഷന് അത് ആദ്യമേ സ്റ്റെപ്പ് സൈസ് നമ്മൾ ചൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന്റെ മിഡിൽ വെച്ചിട്ട് വേരിയസ് ക്വാണ്ടൈസേഷൻ ലെവൽ നമ്മൾ ചൂസ് ചെയ്യും. പിന്നെ ക്വാണ്ടൈസേഷൻ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദർ ഈസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ സ്റ്റെപ്പ് സൈസ് ആൻഡ് ബാൻഡ് വിഡ്ത്ത്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം ഡെൽറ്റ മോഡുലേഷന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു. അപ്പോൾ ഇത് ഈ എക്സ്പ്രഷൻ അത് വെച്ചിട്ട് വേവ് ഫോം ഡ്രോ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അത് വെച്ചിട്ട് അതിനെ ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്തു. പിന്നെ അതിന്റെ രണ്ട് ലിമിറ്റേഷൻസ് ആണ്, ഒന്ന് സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ ആൻഡ് ഗ്രാനുലാർ നോയിസ് ഡിസ്റ്റോർഷൻ. അപ്പോൾ നിങ്ങൾ ഒരു സിഗ്നൽ വരയ്ക്കുക, ഒറിജിനൽ സിഗ്നൽ, ഈ കണ്ടീഷൻ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് സിഗ്നൽ വരയ്ക്കുക. അപ്പം ഈ സ്റ്റീപ്പായിട്ട് ചേഞ്ച് ചെയ്യുന്നിടത്ത് വരുന്ന നോയിസിനാണ് നമ്മൾ സ്ലോപ്പ് ഓവർലോഡ്, സ്ലോപ്പിൽ വരുന്നത് സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ. കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നിടത്ത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ബൗൺസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രാനുലാർ നോയിസ് എന്ന് പറയുന്നത്. സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, സ്റ്റെപ്പ് സൈസ് കൂട്ടണം. പക്ഷേ സ്റ്റെപ്പ് സൈസ് കൂട്ടുമ്പോഴത്തേക്ക് ഗ്രാനുലാർ നോയിസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദർ ഈസ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഈ രണ്ട് നോയിസ് ഉണ്ട്. സ്റ്റെപ്പ് സൈസ് കുറയ്ക്കുകയാണെങ്കിൽ ഗ്രാനുലാർ നോയിസ് കുറയും, പക്ഷേ സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ കൂടും. അപ്പോൾ അങ്ങനെ വൈസ് വേഴ്സ ആയിട്ട് വരും. അപ്പോൾ സ്റ്റീപ്പായിട്ടുള്ളിടത്ത് സ്റ്റെപ്പ് സൈസ് ലാർജ് സ്റ്റെപ്പ് സൈസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നിടത്ത് സ്മോൾ സ്റ്റെപ്പ് സൈസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതാണ് അഡാപ്റ്റഡ് ഡെൽറ്റ മോഡുലേഷന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡീസ്.